വെൽക്കം ബാക്ക്. മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ദുആ വസിയത്തോടെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പലതരത്തിലുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ വിവാദപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കാറില്ല. മറ്റൊന്നുമല്ല, ആനുകാലികം പറയുന്ന നമ്മുടെ ചാനലിന് ചില സ്ട്രൈക്കുകൾ ഉള്ളത് കാരണം കൊണ്ട് ആനുകാലിക വിഷയങ്ങളൊന്നും പറയാറുണ്ടായിരുന്നില്ല. പാണ്ടിക്കാട് കുഞ്ഞാൻ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്ത് 2-3 ദിവസം മുമ്പെയാണ്. അന്ന് ആ പോസ്റ്റ് കണ്ടിരുന്നു, പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് നല്ല രീതിയിൽ ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചില മുസ്ലിയാക്കന്മാരൊക്കെ അത് ട്രോളായിട്ട് എടുത്തിട്ടും ഉണ്ട്. ആ പോസ്റ്റർ ഇങ്ങനെയാണ്: സിനിമാ നടൻ ദിലീപിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ നടി കൂടിയായ കാവ്യമാധവനും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അതിന് മുകളിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ കൊടുത്തിട്ടുള്ളത്, അങ്ങനെ സിനിമയിൽ ഒരവസരം കിട്ടി, നാളെ ഷൂട്ട് തുടങ്ങും, എല്ലാവരുടെയും പ്രാർത്ഥന വേണം, തെറി വേണ്ട. ഇതാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള വിഷയം. അതിന് പലതരത്തിലുള്ള ട്രോളുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത് ദുആ വേണം എന്നാണ് പറഞ്ഞത്. ദുആ വസിയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പാണ്ടിക്കാട് കുഞ്ഞാനെ ദുആ ചെയ്യുക എന്നുള്ളത് അള്ളാനോടാണ്, അല്ലാതെ CM മടവൂരിനോടല്ല ദുആ ചെയ്യുക. ഇജ്ജ് പോയിട്ട് സിനിമയിൽ അഭിനയിക്കുക. സിനിമ അഭിനയം എന്നുള്ളതൊക്കെ ഇസ്ലാമിക വീക്ഷണത്തിൽ ഹറാമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഈ പോസ്റ്റർ ട്രോളുകൾ വന്ന് വിവാദമായപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് അതേ ഫോട്ടോ വെച്ചിട്ട് മറ്റൊരു പോസ്റ്റാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കാണാം. ദിലീപ് ഏട്ടൻ, കാവ്യ ചേച്ചി, പിന്നെ ഈ പാവം ഞാനും എന്നാണ് ആ ഫോട്ടോ തന്നെ വെച്ചിട്ട് ക്യാപ്ഷൻ മാറ്റിക്കൊണ്ട് അതിൻ്റെ ഇത് മാറ്റിക്കൊണ്ട് അതേ ദിവസം തന്നെ 4 ദിവസം മുമ്പെയാണ് ഈ ഫോട്ടോ പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ ദുആ വസിയത്തില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ബിഗ് ബോക്സിലേക്ക് അയാൾക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതിന് മുമ്പൊരു കാര്യം പറയുവാനുള്ളത്, സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സിദ്ദീഖ് എന്ന മഹാനായ നടനോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു കുഞ്ഞാൻ പാണ്ടിക്കാട്. പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെയാണ് ഈ കുഞ്ഞാൻ പാണ്ടിക്കാടും. ഇത് ഒരു ദിവസം സിദ്ദീഖിനെ കണ്ടപ്പോൾ സെൽഫി എടുക്കുമ്പോൾ സിദ്ദീഖിൻ്റെ ബാക്ക് ഭാഗത്ത് എവിടെയോ ഇയാളൊന്ന് പിടിച്ചു. അപ്പോൾ സിദ്ദീഖ് പറഞ്ഞു, എടുക്ക് ബാക്കിൽ നിന്ന് കൈയെടുക്കുക എന്ന് പറഞ്ഞു. അതിനെ ട്രോളിക്കൊണ്ടും അതിനെ വിമർശിച്ചുകൊണ്ടും പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്കാണ് ക്ഷമാപണം നടത്തിയിട്ടുള്ളത്. ഈ ക്ഷമാപണത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, സിനിമയിൽ സിദ്ദീഖും അഭിനയിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു വേഷം ലഭിക്കാതെ പോകരുത് എന്നുള്ളതാണ്. ഇനി ആ ബിഗ് ബോസിൻ്റെ വിഷയം കൂടിയും പറയാം. ഇന്നലെയാണ് ബിഗ് ബോസിൽ പാണ്ടിക്കാട് കുഞ്ഞാനെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതെവിടെ കാണുക എന്നുള്ളതും അറിയില്ല, ഇനി കാണാൻ താല്പര്യമില്ല. കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന അത് നടത്തുന്നത് മോഹൻലാലൊക്കെ ചേർന്നാണ്. കേരളത്തിലെ ഒരു വലിയ ഒരു നടൻ, ആ നടനൊക്കെ നടത്തുന്ന പ്രോഗ്രാമിൽ പാണ്ടിക്കാട് കുഞ്ഞാനെയൊക്കെ എടുത്തിട്ടാണ് ബിഗ് ബോസ് നടത്തുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്നലെ പോസ്റ്റ് ചെയ്താണ്. അപ്പോൾ കളി ഇനി ബിഗ് ബോസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരഭിപ്രായമല്ല. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഒരു നറുക്കെടുപ്പ് നടത്തിയെന്നോ, അവിടെ ഉൾട്ട കളിച്ചിട്ട് തരികിടാട്ടിയ ആളല്ലേ, എന്താവട്ടെ. അപ്പം നമ്മളെ വിഷയം അതൊന്നുമല്ല. എന്തായാലും ദുആ വസിയത്താണ് നമ്മളുടെ വിഷയം. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒപ്പം, ഒരു മിമിക്രി താരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ സിനിമയിൽ നല്ല രീതിയിൽ നല്ല തിരക്കുള്ളൊരു നടനാണ്. ആ നടൻ്റെ ഒപ്പം ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഒരു പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉദ്ദേശം ഇനി സിനിമയിൽ പോയി അഭിനയിക്കുക എന്നുള്ളതാണ്. ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ മാത്രമല്ല, പാണ്ടിക്കാട് കുഞ്ഞാൻ കുടുംബസമേതമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആമിന സേവർ എന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റാമിന സേവർ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ ചെയ്തൊരു വിവാദമൊക്കെ ആയിരുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തത് കാരണം കൊണ്ട് നമ്മളതൊന്നും പറയുന്നില്ല. എന്തായാലും ഇവിടെ പറയുവാനുള്ളത്, പാണ്ടിക്കാട് കുഞ്ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയിക്കുകയാണ്. അവിടെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജിനോ ഉംറയ്ക്കോ പോകുകയല്ല, രോഗം വന്നിട്ട് കിടപ്പിലേക്കല്ല, അല്ലെങ്കിൽ മാറാരോഗമൊന്നും വന്നിക്കുകയല്ല. പിന്നെ ദുആ ചെയ്യാൻ അള്ളാനോട് പ്രാർത്ഥിച്ചിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ അണക്ക് ഈ മനുഷ്യരെ എന്താ ചെയ്തു തരണ്ടേ? ഇപ്പോൾ പോസ്റ്റർ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കണു. പക്ഷെ ആ സാധനം എടുത്തിട്ട് പല മുസ്ലിയാക്കന്മാരും ഇപ്പോൾ ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളായിട്ടത് പറയാതിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ
അവസരത്തിനനുസരിച്ച് പറയേണ്ടതുണ്ട്. ഈ സിനിമയിൽ പോയിട്ട് നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല രീതിയിലൊക്കെ ഇപ്പം തന്നെ നല്ല രീതിയിലൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി സിനിമയിൽ പോയിട്ട് ഒന്നും കൂടി ആ നല്ല രീതികളൊന്ന് ഉഷാറാക്കുക. സിനിമാ പ്രവർത്തകരെ ഈ പുറത്തുനിന്നാണ് വെറുപ്പിച്ചിരുന്നത്. ഇനി സിനിമയുടെ ആ ഒരു മേഖലയിലേക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് അവരെ പരമാവധി വെറുപ്പിക്കാൻ പറ്റുന്നിടത്തോളമൊക്കെ വെറുപ്പിക്കുക. അതിനൊന്നും വിഷയമല്ല. ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പച്ചി പറയും അന്നെ ഏത് സ്നേഹിക്കുന്നവരാണെങ്കിലും ആ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു നല്ല ഒരു ഉദ്ദേശം വെച്ചിട്ടാവണല്ലോ അല്ലേ? അത് ഏത് ദൈവത്തോടാണെങ്കിലും. സിനിമയിൽ പോയിട്ട് അഭിനയിക്കണേന് എന്തിനാ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പ്രാർത്ഥിക്കണേ അല്ലേ? അപ്പോൾ അതൊരു തമാശ തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.